അങ്കമാലി അതിരൂപതയ്ക്ക് പുതിയ മെത്രാനെ അനുവദിക്കാത്തതിൽ പ്രതിഷേധവുമായി ഒരു വിഭാഗം. 34ാമത് സിനഡിന്റെ 2ാം സമ്മേളനത്തിന് ശേഷമുണ്ടായ പ്രഖ്യാപനങ്ങൾ അപക്വവും അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമാണെന്ന് അൽമായ മുന്നേറ്റം കുറ്റപ്പെടുത്തി. കോട്ടയം രൂപതയ്ക്ക് മൂന്നാമതൊരു സഹായ മെത്രാനെ നൽകിയത് സഭാമാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും 6 ലക്ഷം വിശ്വാസികളുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മെത്രാൻ പോലും ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളതെന്നുമാണ് ആരോപണം. കലൂർ റിന്യൂവൽ സെന്ററിൽ വിശ്വാസികളുടെയും വൈദികരുടെയും നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, പറഞ്ഞു. മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ പല പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വളരെ രമ്യതയോടെ സമവായത്തിൽ എത്തിച്ചതാണ്. പിന്നീടാണ് പലപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വീണ്ടും ഉയർന്നു വന്നിട്ടുമുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് ഒരു മെത്രാപ്പൊലിത്തയെ നിയമിച്ച് നൽകിയിട്ടില്ല. ബിഷപ്പ് ജോസഫ് പാമ്പളാനിയാണ് നിലവിൽ അധിക ചുമതല വഹിക്കുന്നത്. അപ്പോൾ ഈ സിനഡ് അവസാനിച്ചപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുതിയൊരു മെത്രാനെ നിയമിക്കുമെന്നായിരുന്നു വിശ്വാസികൾ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നത് മാത്രമല്ല, കോട്ടയം അതിരൂപതയ്ക്ക് 2 ലക്ഷം വിശ്വാസികളിൽ താഴെ മാത്രമുള്ള കോട്ടയം രൂപതയ്ക്ക് ഒരു സഹായ മെത്രാനെ കൂടി അധികമായി അനുവദിച്ചു നൽകുകയും ചെയ്തു. അപ്പോൾ 2 ലക്ഷം വിശ്വാസികളുള്ള ഒരു രൂപതയിൽ ഒരു മെത്രാനും 3 സഹായ മെത്രാന്മാരും അടക്കം 4 പേർ ഒരു ബിഷപ്പ് ഹൗസിൽ എന്തിനാണ് എന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ ചോദിക്കുന്നത്. 7 ലക്ഷത്തിലധികം വിശ്വാസികളുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു തരത്തിലും ഒരു മെത്രാനില്ല. അവർക്ക് സിനഡിൽ ഒരു വോട്ട് പോലും ഇല്ല എന്നാണ് അവർ പറയുന്നത്. കോട്ടയം അതിരൂപതയ്ക്ക് സിനഡിലേക്ക് എത്തുമ്പോൾ 4 വോട്ട് നൽകും. ഇത് രാഷ്ട്രീയപരമായ നിലനിൽപ്പിന് വേണ്ടി മാത്രമുള്ള ചില തൽപര കക്ഷികളുടെ ആവശ്യമാണ് എന്നാണ് ഒരു വിഭാഗം വിശ്വാസികൾ, അൽമായ മുന്നേറ്റം അടക്കമുള്ളവർ പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ സിനഡിലേക്ക് അടക്കം എത്തുമ്പോൾ 4 വോട്ട് കോട്ടയം രൂപതയ്ക്ക് എത്തും. അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു വോട്ട് പോലും ഇല്ലാത്ത സാഹചര്യം വരും. വിശ്വാസികൾക്ക് ഒരു മെത്രാനില്ല, അല്ലെങ്കിൽ ഒരു മെത്രാപ്പൊലീത്ത ഇല്ല. അധിക ചുമതല വഹിക്കുന്ന ഒരാളാണ് നിലവിൽ അവർക്കുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ, പ്രശ്നങ്ങൾ അവർ നിലവിൽ അനുഭവിക്കുന്നുണ്ട്. ഇത് അപക്വമായ നടപടിയാണ്, അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. ഇത് കേട്ടുകേൾവിയില്ലാത്തതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിൽ പോകാനാണ് നിലവിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെയും വൈദികരുടെയും നേതൃത്വത്തിൽ കലൂർ റിന്യൂവൽ സെന്ററിൽ രാവിലെ 10 മണിക്ക് ഒരു യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിലായിരിക്കും തുടർ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.